മാസപ്പടി കേസിൽ സമൻസിനെതിരെ CMRL ഉദ്യോഗസ്ഥർ നൽകിയ ഹർജി തള്ളണമെന്ന് ED ഹൈക്കോടതിയിൽ. CMRL ഉദ്യോഗസ്ഥരുടെ ഹർജി അബക്കും ECIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാനാകില്ല. ECIR രജിസ്റ്റർ ചെയ്യുന്നത് മൂലം ഒരു വ്യക്തിയും കുറ്റക്കാരാകില്ല. അതേസമയം കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ് മാസപ്പടി നൽകിയതെന്ന് ആദായ നികുതി വകുപ്പിന് മുന്നിൽ CMRL MD അടക്കം സമ്മതിച്ചതായും ഹൈക്കോടതിയിൽ ED വ്യക്തമാക്കി. രേഷ്മ ബാബുവാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നത്. രേഷ്മ, വിശദാംശങ്ങൾ. മാസപ്പടി കേസിൽ സമൻസ് അയച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബുദ്ധിമുട്ടിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് CMRLന്റെ ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഹൈക്കോടതിയിൽ നേരത്തെ തന്നെ ഹർജി നൽകിയത്. ഈ ഹർജിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ മറുപടി സത്യാംഗൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ പറയുന്നത് CMRL ഉദ്യോഗസ്ഥരുടെ ഹർജി അപക്വമാണ്, അതുകൊണ്ട് തന്നെ ഈ ഹർജി തള്ളണം, ECIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാനാകില്ല. ഈ ECIR രജിസ്റ്റർ ചെയ്യുന്നു എന്ന് കരുതി ആരും കുറ്റക്കാരനാകുന്നില്ലെന്നും ED വ്യക്തമാക്കി. അതുപോലെ തന്നെ ഈ ചട്ടങ്ങൾ പാലിച്ചാണ് കമ്പനി പ്രവർത്തിച്ചിരുന്നതെന്ന CMRL കമ്പനിയുടെ വാദം അത് വസ്തുതാപരമായി തെറ്റെന്നാണ് ED ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. 2019 റെയ്ഡിൽ ഏകദേശം 133 കോടി രൂപയുടെ അനധികൃത ഉപയോഗമാണ് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ആദായ നികുതി വകുപ്പ് അടക്കം നടത്തിയ അന്വേഷണത്തിൽ ഈ രാഷ്ട്രീയക്കാർക്കടക്കം പണം നൽകിയെന്ന് CMRL MDയും അതോടൊപ്പം തന്നെ CFOയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. വീണ വിജയന്റെ എക്സലോജി കമ്പനിക്ക് 1.72 കോടി രൂപ നൽകിയതും ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നിയമലംഘനങ്ങൾ CMRL കമ്പനി നടത്തിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അത് നിയമാനുസൃതം തന്നെയാണ് നടപടിക്രമങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നതെന്നാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. CMRL കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മാസപ്പടി രാഷ്ട്രീയക്കാർക്കടക്കം അതോടൊപ്പം തന്നെ വീണ വിജയൻ അടക്കം നൽകിയിട്ടുള്ളത്. എന്തായാലും നിയമവിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നടപടികളുമാണ് പ്രവർത്തനങ്ങളുമാണ് CMRL കമ്പനി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരെ അടക്കം സമൻസ് അയച്ച് വിളിച്ചു വരുത്തി അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതാണ് തങ്ങൾ ചെയ്തിട്ടുള്ളത്. അല്ലാതെ മറ്റു തരത്തിലുള്ള നടപടി നിയമവിരുദ്ധമായിട്ടുള്ള ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ നിലവിൽ CMRL ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള ഹർജി അപക്വമായതിനാൽ അത് തള്ളണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുപടി സത്യാംഗൂലത്തിലൂടെ വ്യക്തമാക്കിയത്. എന്തായാലും ഹർജി ഹൈക്കോടതി ജൂൺ 7 മാറ്റിയിരിക്കുകയാണ്. രേഷ്മബാബുവാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ സമൻസിനെതിരെ CMRL ഉദ്യോഗസ്ഥർ ഹർജി നൽകിയിരുന്നു. ഇത് തള്ളണമെന്നാണ് ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. CMRL ഉദ്യോഗസ്ഥരുടെ ഹർജി അപക്വമാണ്. ECIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാനാകില്ല. ECIR രജിസ്റ്റർ ചെയ്യുന്നത് മൂലം ഒരു വ്യക്തിയും കുറ്റക്കാരാകില്ല എന്നൊക്കെ ED ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതേസമയം കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി മാസപ്പടി നൽകിയതെന്നുള്ള ആദായ നികുതി വകുപ്പിന് മുമ്പിലുള്ള CMRL MDയുടെ സമ്മതം അല്ലെങ്കിൽ കുറ്റസമ്മതം കൂടി ഹൈക്കോടതിയിൽ ED ഇതോടൊപ്പം ചൂണ്ടിക്കാട്ടുന്നു.